ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം. ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് നോവാ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തല്ലോ, എന്താണ് ഇതുവരെ അനൗൺസ് ചെയ്യാത്തതെന്ന്. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോവാ സദോയുടെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനീഗോ കാൾഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇനീഗോ കാൾഡ്രോണെ എത്ര പേർക്ക് അറിയാവുന്നറിയില്ല. അദ്ദേഹം ചെന്നൈയിൻ FC-യുടെ ഒരു പ്ലെയർ ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ ഫോറിൻ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ കൂലായിട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ, അത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ്, സെൻട്രൽ ബാക്ക്, അങ്ങനെയുള്ള പൊസിഷനിലേക്കാണ് കൂലിൽ നമ്മൾ ഫോറിനേഴ്സിനെ കൊണ്ടുവന്നത്. വളരെ റെയറായിട്ട് മാത്രമേ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു പ്ലെയർ വരത്തുള്ളൂ. എന്തായാലും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഈ ഒരു പൊസിഷനിൽ ചെന്നൈ FC-ക്ക് വേണ്ടി കളിച്ച ഒരു ഫോറിൻ താരമാണ് ഇനീഗോ കാൾഡ്രോൺ. 2017-18 സീസൺ ചെന്നൈ FC വിജയിച്ച ശേഷം പറഞ്ഞൊരു കാര്യമാണിത്. അത് തൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വിജയിക്കാൻ എനിക്ക് 36 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ വളരെ വലുതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ച് വളരെ വൈകി കിട്ടിയിട്ടുണ്ടോ? എന്തായാലും അതെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.